ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഏട്ടാ ഇരിക്ക്. ആ അച്ഛാ വാ അച്ഛാ. അച്ഛാ അനിയ 2 ദോശയും ചമ്മന്തി കൊടുക്ക്. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? കൊള്ളാം. ആ സൂപ്പർ സൂപ്പർ. കൊള്ളാം. എന്റെ മോന്റെ ബിസിനസ് നന്നായിട്ടുണ്ട്. ഈ അച്ഛന്റെ മനസ്സ് സന്തോഷം കൊണ്ടങ്ങ് നിറഞ്ഞു. ഈ ബിസിനസ് എന്റെ മോന്റെ ഐഡിയ ആണോ അതോ നിന്റെ കെട്ടിയവളുടെ ഐഡിയ ആണോ? അച്ഛാ അത് ഞാൻ ചേട്ടാ കുറച്ച് ചമ്മന്തി. ജഗ, ആദ്യം നീ ഒരു ദരിദ്രവാസി പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്ന് എന്നെയും എന്റെ കുടുംബത്തെയും നാറ്റിച്ചു. മോനല്ലേ, അവന്റെ ഇഷ്ടമല്ലേ എന്ന് വിചാരിച്ച് ഞാനത് അന്ന് ക്ഷമിച്ചു. എന്നിട്ട് നീ ഒരു വർക്ക്ഷോപ്പിൽ പോയി നിന്നു. അതെന്റെ മാനം കപ്പൽ കയറ്റുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞാനായിട്ട് അതങ്ങ് നിർത്തിച്ചു. ഇപ്പോ നീ പരസ്യമായിട്ട് നാട്ടുകാരുടെ എച്ചിൽ പാത്രം കഴുകി സ്വന്തം തന്തയുടെ മാനം കെടുത്തുന്നു. അച്ഛാ ഞാനിതൊന്നും എന്റെ അച്ഛനെ മാനം കെടുത്താൻ വേണ്ടി ചെയ്തതല്ല. ജീവിക്കണ്ടേ? ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ ഭാര്യയുണ്ട്. ഒരു ബിസിനസ് തുടങ്ങാൻ നല്ല മുതൽ മുടക്ക് വേണം. അതിപ്പോ എന്റെ കയ്യിൽ ഇല്ലല്ലോ. ഞാൻ നിന്നോട് അതിനുള്ള സാമ്പത്തികം തരാമെന്ന് പറഞ്ഞതല്ലേ? അപ്പൊ നീ അപ്പച്ചിയെ പോയി കണ്ടില്ല. അതിപ്പോ പറ്റില്ല എന്ന് അപ്പച്ചി പറഞ്ഞു. വാക്ക് മാറ്റിയത് ഞാനല്ല അച്ഛാ. നീ എന്നെ മനഃപൂർവ്വം മാനം കെടുത്താൻ നോക്കുന്നതാ ഇതൊക്കെ ഇട്ടിട്ട്. ഇത് ഞാൻ പുറത്തു കയറി നിന്നെ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. അച്ഛാ എന്താടാ? അച്ഛാ ബുൾസേ ബുൾസേ എന്റെ ബുൾസേ. ഞാൻ നിനക്ക് ബിസിനസ് നടത്താൻ പണം തരാമെന്ന് പറഞ്ഞതിന് ശേഷം നീ എന്തെങ്കിലും പ്രോജക്റ്റുമായിട്ട് എന്റെ മുന്നിൽ വന്നിട്ടുണ്ടോ? അതെങ്ങനെയാ? തട്ടുകളയ്ക്ക് മാവിന്റെ മുട്ടയുടെ കണക്കല്ലേ ഉള്ളൂ. അതെങ്ങനെ ഒരു പ്രോജക്റ്റ് ആവും? നാളത്തെ പത്രത്തിൽ മുൻ MLA മകൻ പെരുവഴിയിൽ തട്ടുകട നടത്തുന്ന വാർത്ത അച്ചടിച്ചു വരുമ്പോ ഞാൻ എന്റെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും. അപ്പോ നീ എന്റെ മുടിയനായ പുത്രനാണെന്ന് ഈ സമൂഹത്തോട് ഉറക്കെ വിളിച്ച് പറയിക്കും. നീ പറയിക്കും. അച്ഛാ ഈ മുണ്ടേ ഉടുക്കാനുള്ളതല്ലേ? തലയിൽ കൂടെ ഉള്ളതാണോ? വേണ്ടരുത്. കുറുപ്പിനധികം സംസാരിച്ച ശീലമില്ല, പ്രവർത്തിച്ച ശീലം അറിയാലോ നിനക്ക്. വണ്ടി എടുക്കടാ. സാരമില്ലടാ, വിഷമിക്കണ്ട, പോട്ടെ. ഉത്സവം പോയി, പല്ലും പോയി. മാനത്തെ കൊട്ടാരം